ആന്റണി എന്നാണ്. ഞാൻ ഒരു വൈദിക വിദ്യാർത്ഥിയാണ്. ഇതിനകത്ത് ആരാണ് യേശു ക്രിസ്തു എന്ന ഒരു ചോദ്യം പലർക്കും ചിലപ്പോൾ വളരെ പുതുമയായിട്ട് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ യഥാർത്ഥത്തിൽ അത് പുതുമയുള്ള ചോദ്യമല്ല. കാരണം ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, യേശുവിനോട് ചോദിക്കുകയാണ്, യേശു തന്നെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുക. ഈ ചോദ്യം തന്നെ, ആരാണ്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുക എന്ന ചോദ്യം ബൈബിളിൽ തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾ പറയാണ്, ചിലര് ഏലിയ എന്ന് പറയുന്നു, ഏലിയ പ്രവാചകനാണെന്ന് പറയുന്നു. ചിലർ പറയുന്നു അല്ല, ജെറമിയ പ്രവാചകനാണ്. വേറെ ചിലർ പറയുന്നു പ്രവാചകന്മാരിൽ ഒരുവനാണ്. ഈ കാര്യം തന്നെ ഹെറോദേസ് വിചാരിച്ചത് യോഹന്നാൻ, സ്നാപയോഹന്നാൻ, യേശുവിന് മുമ്പുണ്ടായിരുന്ന പ്രവാചകൻ സ്നാപയോഹന്നാൻ വീണ്ടും ജനിച്ചതാണോ എന്നൊക്കെയായിരുന്നു. അപ്പോൾ പ്രവാചകനാണെന്നും ഏലിയാവാണെന്നുള്ള സംസാരം ജനങ്ങളുടെ ഇടയിലുണ്ടായി. അപ്പോൾ യേശു പത്രോസിനോട്, യേശുവിന്റെ തൊട്ടടുത്തുള്ള ഏറ്റവും വിശ്വസ്തനായ ശിഷ്യനായ പത്രോസിനോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് നീ പറയുന്നത്? അപ്പോൾ പത്രോസിലേക്ക് കൊടുത്തൊരു മറുപടി ഉണ്ട്, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്, അല്ലെങ്കിൽ മിശിഹായാണ്. അപ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, ഇക്കാര്യം നിനക്ക് വെളിപ്പെടുത്തിയത് മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ്. അപ്പൊ ഈ കാര്യം ബൈബിളിൽ കൃത്യമായിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഞാനിപ്പോ പറയുമ്പോൾ ചിലപ്പോൾ വിശ്വാസം തോന്നണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ബൈബിള് പഠിക്കുമ്പോൾ ചോദ്യം ചോദിക്കാം. അപ്പൊ ആരാണ് യേശു ക്രിസ്തു എന്നുള്ളതിന് ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണെന്നുള്ള ആൻസർ ദേവപുത്രനാണെന്ന് ബൈബിളിൽ കൃത്യമായിട്ടുണ്ട്. ഇനി ദേവപുത്രൻ ദൈവം തന്നെയാണോ? ആ കാര്യം ബൈബിളിൽ പറയുന്നുണ്ട്. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. അപ്പോ ദൈവം തന്നെയായ ഏകജാതൻ, അപ്പൊ ദേവപുത്രൻ ദൈവമാണെന്നും ബൈബിളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നീട് മറ്റൊരു കാര്യം നോക്കേണ്ടത് ആരാധനയുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴാണ്. ഏകദൈവത്തെ മാത്രം. സഹോദരന്റെ സമയം അവസാനിക്കുകയാണ്. ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ഉടനെ ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ മൈക്ക് അടുത്ത ആൾക്ക് കൈമാറണം. അതായത് പറഞ്ഞേക്കുന്നത് ദൈവം, യേശു ദേവപുത്രനാണ്. യേശു അതേസമയം ത്രിയേക ദൈവം എന്നുള്ള സങ്കല്പം ബൈബിളിൽ കൃത്യമായിട്ടുണ്ട്. കാരണം യേശുവിനെ ആരാധിച്ചു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്, ദൈവം ആത്മാവാണെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്, ഞാനും പിതാവ് ഒന്നാണെന്നുള്ള ഭാവം മാത്രമല്ല, യേശുവിനെ ആരാധിച്ചു എന്ന് ബൈബിളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആരാധന ദൈവത്തിന് മാത്രമേ കൊടുക്കാവൂ എന്നും ഏകദൈവത്തെ മാത്രമാണ് ആരാധിക്കുന്നതെന്നും ബൈബിളിൽ. വിഷയം വ്യക്തമായി. എന്തായാലും മറുപടി എന്ത് ചെയ്യാം ഉദ്ദേശിക്കാം. സഹോദരന്റെ പേരൊന്നുണ്ടെന്ന് പറയാമോ? രാജേഷ് ആന്റണി അല്ലേ? അജീഷ്. സഹോദരൻ പല വിഷയങ്ങൾ പറഞ്ഞു. അതിൽ ഒന്ന് സഹോദരൻ പറഞ്ഞത്, യേശുക്രിസ്തുവിനെ കുറിച്ചിട്ട് അവിടെയുള്ള ജനങ്ങൾ ചിലർ ധരിച്ചു യെരമ്യാവാണെന്ന് വിചാരിച്ചു, ചില ആളുകൾ വിചാരിച്ചു സ്നാപകയോഹന്നാൻ തന്നെ ഉയർത്തെഴുന്നേറ്റ് വന്നതാണെന്ന് വിചാരിച്ചു. അങ്ങനെ മുൻകാല പ്രവാചകന്മാരിൽപ്പെട്ടവരാരോ ഉയർത്തെഴുന്നേറ്റ് വന്നതാണെന്ന് വിചാരിച്ചു. യേശുക്രിസ്തു അപ്പോൾ പത്രോസിനോട് ചോദിച്ചു, നീ ആരെന്ന് പറയുന്നു? നീ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുന്നു. ഇവിടെ യേശുക്രിസ്തു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ യേശുവിനെ വിശ്വസിച്ച മാർത്ത യേശുക്രിസ്തുവിനെ കുറിച്ചിട്ട് പറയുന്നു, നീ ലോകത്തിലേക്ക് വരുവാനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുന്ന മാർത്ത നിങ്ങൾ കൊടുക്കുന്ന അർത്ഥം അതിന് കൊടുക്കുന്നില്ല. അതാണ് ഞങ്ങൾ പറയുന്നത്. ആ മാർത്ത പറയുന്നത് എന്താ? നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ പ്രാർത്ഥന ദൈവം എന്ത് ചെയ്യുമായിരുന്നു? കേൾക്കുമായിരുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നേരെ മറിച്ചിട്ട് എന്ത് വിശ്വസിക്കുന്നില്ല? അനാദികാലത്തിൽ പിതാവിൽ നിന്ന് ജനിച്ച പുത്രൻ എന്നൊരു അർത്ഥം യേശുക്രിസ്തു അവരെ പഠിപ്പിച്ചിട്ടില്ല. നേരെ മറിച്ചിട്ട് യേശുക്രിസ്തുവും യഹൂദന്മാരുമായി നടക്കുന്ന സംഭാഷണത്തിൽ യേശുക്രിസ്തു എന്ത് അർത്ഥത്തിലാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ താഴ്ഭാഗത്തായിട്ട് യേശുക്രിസ്തു പറയുന്നുണ്ട്, യേശുക്രിസ്തു ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് പറയുമ്പോൾ കല്ലെടുത്ത യഹൂദന്മാരോട് യേശുക്രിസ്തു പറയുന്നുണ്ട്, മുമ്പ് വചനം ലഭിച്ച ആളുകളെ ദൈവം തന്നെ ദേവന്മാർ, ദൈവങ്ങളെന്നും അവർ അത്യുന്നതന്റെ മക്കളെന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ട്. ബൈബിൾ ഉടനീളം നമുക്ക് എനിക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ എടുത്ത് ഉദ്ധരിക്കുന്നില്ല. ഇഷ്ടംപോലെ സ്ഥലത്ത് എന്ത് ചെയ്യാം, ഇത് കാണാം. പക്ഷെ ഇവിടെയൊന്നും സ്വർഗീയ മർമ്മങ്ങൾ ഗ്രഹിക്കാൻ വരം ലഭിച്ച അപ്പോസ്തലന്മാരൊന്നും യേശുക്രിസ്തു ദൈവമാണെന്ന അർത്ഥത്തിൽ, ദൈവപുത്രൻ ഈ അർത്ഥത്തിൽ, നിങ്ങൾ കൊടുക്കുന്ന അർത്ഥത്തിൽ വെച്ചിട്ടില്ല. നേരെ മറിച്ച് യേശുക്രിസ്തു പല സ്ഥലത്തും ദൈവപുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവമക്കളാകും, വചനത്തിൽ വിശ്വസിക്കുന്നവർ അവർ ദൈവമക്കളാകും എന്ന് തുടങ്ങി യേശുക്രിസ്തു പറഞ്ഞല്ലോ, സ്വർഗസ്ഥനായ യേശുവിന്റെ പിതാവേ എന്നല്ല പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിങ്ങളുടെ പിതാവിന്റെയും എന്റെ പിതാവിന്റെയും നിങ്ങളുടെ ദൈവത്തിന്റെയും എന്റെ ദൈവത്തിന്റെയും നിങ്ങളുടെ എല്ലാം പിതാവ് ഒരുവൻ മാത്രം,
എന്ന് തുടങ്ങി യേശുക്രിസ്തു പഠിപ്പിച്ചതിലുടനീളം യേശുക്രിസ്തുവിന്റെ മാത്രം പിതാവ് എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. നേരെ മറിച്ച് ക്രൈസ്തവ സമൂഹം വിശ്വസിക്കുന്നത് അനാദികാലത്തിൽ പിതാവിൽ നിന്ന് ജനിച്ചു എന്നാണ്. പിന്നെ സഹോദരൻ രണ്ടാമത് പറഞ്ഞത് യേശുക്രിസ്തുവിനെ പല സ്ഥലത്തും ആരാധിച്ചു എന്നാണ്. അത് എവിടൊക്കെ ഭാഗങ്ങളിലാണെന്ന് സുഹൃത്ത് ഓർക്കുന്നുണ്ടോ? സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. സുവിശേഷത്തിൽ യേശുവിനെ ആരാധിച്ചു എന്ന് പറഞ്ഞ പദം എവിടെയാണ് താങ്കൾ കണ്ടത്? ഉദ്ധിതനായ യേശുവിനെ ആരാധിച്ചു എന്ന് സുവിശേഷത്തിൽ കൃത്യമായിട്ടുണ്ട്. സുവിശേഷം ഉണ്ടെങ്കിൽ അതെ എടുത്തോളൂ. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം. താങ്കൾ പറഞ്ഞ നേരത്തെ ഉദ്ധരിച്ച ചില വേദഭാഗങ്ങൾ ഉദ്ദേശിച്ചിരുന്നു. ഒരു അന്ധനായ ഒരു വ്യക്തിയെ യേശു ക്രിസ്തു സൗഖ്യമാക്കിയതിനെ കുറിച്ചും അവിടെ നിന്ന് അതിനുശേഷം പുരോഹിതന്മാരോടും പരീശന്മാരോടും അവൻ അതിനെക്കുറിച്ച് അവിടെ വണങ്ങി എന്നാണോ നമസ്കരിച്ചു ആരാധിച്ചു എന്നാണ് ഇംഗ്ലീഷ് വെർഷനിൽ കാണുന്നത്. അവന് വർഷിപ്പ് ചെയ്തു എന്ന് തന്നെയാണ് കാണുന്നത്. അതെ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം സുഹൃത്തിനും അറിയുന്നത് പോലെ പ്രോസ്ക്നോയ് എന്ന് പറഞ്ഞ പദമാണ്. ആ പ്രോസ്ക്നോയ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിന് ആരാധന എന്ന് മാത്രമാണോ അർത്ഥം എന്ന് സുഹൃത്ത് മനസ്സിലാക്കുന്നുണ്ടോ? മൈക്ക് കൊടുക്ക്. ആരാധന പറഞ്ഞ ആൾക്ക് മൈക്ക് കൊടുക്കും. POC ബൈബിളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് യേശുവിനെ ആരാധിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശുവിനെ മൂലഗ്രന്ഥം നമ്മളിപ്പോ ഒരു ഖുർആനിലെ ഒരു ആയത്തിനെ കുറിച്ച് സംസാരം അഭിപ്രായ വ്യത്യാസം വരുമ്പം അറബി ടെക്സ്റ്റിലേക്ക് പോകും. എന്നതുപോലെ നിങ്ങളുടെ മൂലഗ്രന്ഥത്തിൽ ആരാധിച്ചു എന്ന് പറഞ്ഞ പദം പ്രോസ്കിനോ എന്ന് പറയുന്ന ഈ പദത്തിന് ആരാധന എന്ന് മാത്രമാണോ അർത്ഥം? സുഹൃത്ത് എങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്ന. ഞാനത് കണ്ടിട്ടുണ്ട്. ആരാധിച്ചു എന്ന് അവിടെ എഴുതിയിട്ടുള്ളത്. ചില സ്ഥലത്ത് വണങ്ങിയെന്നുണ്ട്, ചിലയിടത്ത് മുട്ടുകുത്തുന്നേ ഉള്ളൂ. ആരാധന എന്നുള്ളത് ഏക ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. അത് ഒന്നാമത്തെ കൽപ്പനയാണ്. ഇസ്രായേൽ കേട്ടുള്ള ദൈവം ഏകനാണ്, ഏക ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. അപ്പോൾ യേശുവിനെ ആരാധിച്ചു എന്നുള്ളത് ബൈബിളിൽ എടുത്തു നോക്കുമ്പോൾ യേശുവിൽ ആ ദൈവം പൂർണ്ണമായി വ്യക്തമാക്കപ്പെട്ടു എന്നുള്ളത് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ, അത് ബൈബിളിന്റെ മാത്രം അടിസ്ഥാനമാണ്. മറ്റ് വേദഗ്രന്ഥങ്ങൾ അങ്ങനെയല്ല പറയുന്നത്. ഇപ്പോൾ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. പക്ഷെ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ദൈവം ആത്മാവാണെന്ന് ബൈബിളിൽ തന്നെ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 26 മുതൽ 29 വരെയുള്ള ഭാഗത്ത് യേശുക്രിസ്തു തന്റെ ദാസന്മാരുമായി കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന്റെ ഉപമ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 26 മുതൽ 29 വരെ. നിങ്ങൾക്ക് ഇങ്ങോട്ട് നോക്കിയോ, സ്ക്രീനിലേക്ക് നോക്കിയോ, നിങ്ങൾക്ക് അവിടെ കാണാം. അവിടെ ഗ്രീക്ക് ബൈബിൾ നിങ്ങൾ നോക്കാം, അതിൽ പ്രോസ്കിനോ എന്നാണ് പറയുന്നത്. അവിടെ ഒരു രാജാവിന്റെ അടുക്കൽ വന്ന് ഒരു ഭൃത്യൻ വന്നിട്ട് മുട്ടുകുത്തുമ്പോഴും അവിടെ പറയുന്നത് രാജാവിനെ വിളിച്ചത് ക്യൂരിയോസ്, കർത്താവ്. മുട്ടുകുത്തി എന്നതിന് പറഞ്ഞിരിക്കുന്നത് ആരാധന. ഈ പ്രോസ്കിനോയ് സെയിം പദം തന്നെ. പക്ഷെ പ്രോസ്കിനോയ് എന്ന് പറഞ്ഞ പദത്തിന് സ്വന്തമായി ഒറ്റയടിക്ക് ആരാധന എന്ന അർത്ഥമില്ല. പക്ഷേ ഇലാഹിന്റെ മുമ്പിലാണോ അത് ചെയ്തത്, ആരാധനയാവും. സൃഷ്ടിയുടെ മുമ്പിലാണോ ചെയ്തത്, വണക്കമാവും. അതെ, ബഹുമാനത്തിന്റെ വണക്കമാവും. യേശുക്രിസ്തു തന്നെ രണ്ട് മനുഷ്യന്മാർ തമ്മിൽ, ഒരു ദാസനും രാജാവും തമ്മിൽ ചെയ്യുന്ന കാര്യത്തിന് പ്രോസ്കിനോയ്, ആ ഭാഗം നിങ്ങൾക്ക് ആ ക്ലിപ്പിൽ കാണാം. പ്രോസ്കിനോയ് എന്ന് പറഞ്ഞ പദത്തിൽ തന്നെ കാണാം. പ്രോസ്കിനോയ് എന്ന് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്രൈസ്തവ പണ്ഡിതന്മാരുമായിട്ട് ഞാൻ ഈ വിഷയം ഡിസ്കസും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് കാണാം. ഗ്രീക്ക് ടെക്സ്റ്റാണ്. POC ബൈബിളോ NAB വെർഷനോ അല്ലെങ്കിൽ KJ വെർഷനോ ഒന്നുമല്ല, ഒറിജിനൽ ഗ്രീക്ക് ടെക്സ്റ്റ്. അതിനകത്ത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് അല്ലെങ്കിൽ നെറ്റിൽ പോയിട്ട് ഓൺലൈൻ ഇന്റർലീനിയർ ഗ്രീക്ക് ബൈബിൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ പദങ്ങളുടെ അർത്ഥമൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ യഥാർത്ഥത്തിൽ പ്രോസ്കിനോ എന്ന് പറഞ്ഞ പദം യേശുവിന്റെ കാര്യത്തിൽ ആരാധന എന്ന് ഉപയോഗിക്കണമെങ്കിൽ വേറെ ഭാഗത്തുനിന്നും യേശു ആദ്യം ദൈവമാണെന്ന് തെളിയിക്കണം. അല്ലാതെ പ്രോസ്കിനോയ് കണ്ടിട്ട് ദൈവമാക്കാൻ ഒരിക്കലും കഴിയില്ല. കാരണം പ്രോസ്കിനോയ്ക്ക് ആ അർത്ഥമല്ല. ഏതുപോലെ മത്തായി, മർക്കോസ്, ലൂക്കോസിന്റെ സുവിശേഷം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഗ്രീക്കിൽ പ്രാർത്ഥിച്ചു എന്ന പദത്തിന് ഉപയോഗിക്കുന്നത് പ്രൊസ്യൂക്ക് എന്ന ഒരു പദമാണ്. നേരെ മറിച്ച് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് പോയാൽ ആ പദമേ കാണില്ല. നേരെ മറിച്ച് അവിടെ കാണുക ചോദിച്ചു. അപ്പോൾ ദൈവത്തോടാണ് ചോദിക്കുന്നതെങ്കിൽ അത് പ്രാർത്ഥനയാണ്. മനുഷ്യന്മാർ തമ്മിലാണ് ചോദിക്കുന്നതെങ്കിൽ അത് സാധാരണ ചോദ്യമാണ്. എന്നതുപോലെ ആദ്യം യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചാൽ ബാക്കി കാര്യങ്ങൾ പ്രോസ്കിനോയ്ക്ക് നമുക്ക് വർഷിപ്പ് കൊടുക്കാം. ഇല്ലെങ്കിൽ ബോ എന്ന് മാത്രമേ കൊടുക്കാം. യേശുവിന്റെ ശിഷ്യനായ തോമാസ് ലീഹ എന്ന് പറയുന്നുണ്ട്, എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് യേശുവിനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയും വീണ്ടും ഇതുണ്ട്. അപ്പൊ അങ്ങനെ സുഹൃത്തിന് POC ബൈബിളിനോട് താല്പര്യമുള്ളത് കൊണ്ട് POC ബൈബിൾ തന്നെ എടുക്കാം. ആ കോട്ടിങ്ങിന്റെ റെഫറൻസ് എന്ന് പറഞ്ഞേരെ, അറിയോ? കൃത്യമായിട്ട് നോക്കിയിട്ടില്ലെന്ന്. ഹലോ, റോമൻ കാതലിക്കാണോ? ഓക്കെ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും വിഷയം അവതരിപ്പിച്ചെന്നുള്ള നിലയിൽ ഒരു ക്രൈസ്തവ ഒരാൾ പോലും ഈ വിഷയത്തിൽ മറുപടി പറയാത്തതുകൊണ്ട് ഒരു
റോമൻ കാത്തലിക് വ്യക്തി എന്നുള്ള നിലയിൽ, വിശ്വാസി എന്നുള്ള നിലയിൽ ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, നേരത്തെ വിഷയം അവതരിപ്പിച്ച സുഹൃത്ത് കേട്ടിട്ടുണ്ടാവുമല്ലോ, അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സാക്ഷി അപ്പോളജറ്റിക് നെറ്റ്വർക്കും ആളുകളും പറയുന്ന രീതിയിൽ ദൈവം ഒരു കൂട്ടമാണോ അതോ ദൈവം ഒന്നേ ഉള്ളൂ? എന്താ താങ്കൾ മനസ്സിലാക്കുന്നത്? ദൈവം ഏകനാണെന്നുള്ള കാര്യം ബൈബിളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏക ദൈവമാണുള്ളത്. പക്ഷേ ദൈവം ത്രീത്വമാണ് എന്നുള്ള കാര്യം ബൈബിളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ത്രീത്വം എന്നുള്ളത് 3 വ്യക്തികളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ട് ഒരിക്കലും കാണരുത്. ദൈവം ഏകൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് തെറ്റാണോ? ഞാനിപ്പോ പണ്ഡിതന്മാരുടെ ക്ലിപ്പുകൾ ഉദ്ധരിച്ച് സാക്ഷി അപ്പോളജറ്റിക് നെറ്റ്വർക്കിന്റെ ഒക്കെ വെച്ചുകൊണ്ട് യഹോവ മുകളില് യഹോവ താഴെ ഒരു തെറ്റാണ്. കാരണം ബൈബിളിൽ കൃത്യമായിട്ട് ഏക ദൈവമാണുള്ളത്. ഓക്കെ താങ്ക്സ്. സുഹൃത്തിനെ പോലുള്ള ആളുകൾ വിശ്വസിക്കുന്നത് ദൈവം ഒന്നേ ഉള്ളൂ എന്നാണ്. പക്ഷെ പണ്ഡിതന്മാരുടെ ലോകത്തിലേക്ക് പൊക്കോളൂ, അവിടെ ചർച്ച നടക്കുന്നുണ്ട്. അവിടെ ഏലോഹിയും എക്കാദും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ജെറി തോമസ് ഇവിടെ ഒറ്റപ്പെട്ടിട്ടില്ല. ജെറി തോമസ് പണ്ഡിതന്മാരുടെ വാക്കിൽ തന്നെയാണ് പിടിച്ചേക്കുന്നത്. പക്ഷെ അവർ കാണിച്ച ഒരു ട്രിക്ക് ജെറി ഉപയോഗിക്കാൻ വിട്ടുപോയി. അവർ ഇത്രയും ഇന്റർലിനേറ്റ് പെരിക്കോസിസ് ഇന്റർമിംഗ്ലിംഗ് എന്നൊക്കെ പറഞ്ഞ് ധാരാളം പദങ്ങൾ കൊണ്ട് കളിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ 3 ആണെന്ന് പറയാതിരിക്കാനാ. പക്ഷെ ജെറി അത് പച്ചയ്ക്ക് അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ട്രിക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് 3 പേർക്കും ഒരേ മതം തന്നെയാണുള്ളൂ. ഇനി സുഹൃത്ത് പറഞ്ഞ സംഭവം കേട്ടോ. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന സ്ഥലത്ത് തോമസ് പറയുന്നു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. അവിടെ ഒരു എക്സ്ക്ലമേറ്ററി സൈൻ കാണാം. എന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ പെട്ടെന്നൊരു സംഭവം നടന്നു. ഞാൻ ദൈവമേ പടച്ചോനെ എന്ന് വിളിച്ചു. എന്ന് വെച്ചാൽ എന്റെ മുമ്പിൽ നിൽക്കുന്ന ആൾ പടച്ചോനെന്നല്ല എൻ്റെ അർത്ഥം. നേരെ മറിച്ചിട്ട് അവിടെ അതേ എക്സ്ക്ലമേറ്ററി സൈൻ കാണാം. POC ബൈബിളിൽ തന്നെ കാണാം. പരിശോധിക്കുക. കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇനി അടുത്ത ആൾക്ക് ചോദിക്കാം.